എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി എനിക്കറിയാം. കാരണം കുറച്ച് തിരക്കിലായിരുന്നു. എനിക്ക് അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും എക്സാംസൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കുറച്ച് വർക്കിൻ്റെ ഒരു പ്രഷറും വർക്ക് ചേഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ കുറച്ചൊരു തിരക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസ് കുഴപ്പമില്ലാണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നടക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ടാഗ് ലൈൻ തമ്മിൽ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും ഇപ്പോൾ വിസ പ്രോസസ്സിങ്ങിലാണല്ലോ. അപ്പം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങളുടെ വക. അപ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും സ്മൂത്തായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വിസ ജേർണി ഞങ്ങളിവിടെ താഴെ പേസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ വിസ ജേർണി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടൊരു വിത്തിൻ 4 to 5 months ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും സ്മൂത്തായിരിക്കും പ്രോസസ്സിങ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഫിൽറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വീഡനിലോട്ട് വരുന്ന കുട്ടികൾക്കുള്ള ആപ്ലിക്കേഷൻ വിസ സബ്മിഷന് വേണ്ടി പ്രൊസീഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രം ഇൻഡിവിജ്വലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. പിന്നെ സെലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു കോപ്പിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് വേണം. ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. കാരണം വെച്ചാൽ നമ്മൾ എമൗണ്ട് കാണിക്കുന്ന രീതിയിലുള്ള, അതായത് എത്ര എമൗണ്ടാണ് യൂണിവേഴ്സിറ്റി ആ ടൈമിൽ പറയണത്, അപ്പോൾ അത് കാണിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് വരുന്ന രീതിയിലൊരു ഡോക്യുമെൻറ്റ്സ് പ്രൊസീഡ് ചെയ്യേണ്ടി വരും, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ പേരിലുള്ള ഒരു നെയിം എഫിഡവിറ്റ് വേണ്ടി വരും. അതായത് നമ്മളാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിം നെയിം എഫിഡവിറ്റ്. അത് ഓപ്ഷണലാണ്. അത് അത്ര കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ മാത്രം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് സ്റ്റുഡൻസിന് വേണ്ടത്. കൂടെ സ്പൗസും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്പൗസിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട് പ്രൊസീഡ് ചെയ്യേണ്ടി വരും, അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് സ്പൗസ് കൂടെ വരുന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ബാങ്ക് ഡോക്യുമെൻറ്റ്സ് കോഴ്സ് ഞാൻ സ്റ്റുഡൻറ്റിന് പറഞ്ഞ പോലെ തന്നെ വേണ്ടി വരും. പിന്നെ സെയിം നെയിം എഫിഡവിറ്റ് അത് ഓപ്ഷണലാണ് ഈ കേസിലും, അതും നമുക്ക് വേണ്ടി വരും. ഇനി കിഡുണ്ട് കൂടെ എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ കുട്ടിയുടെ പാസ്പോർട്ട് ആവശ്യമുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സെയിം നെയിം സർട്ടിഫിക്കറ്റും വെക്കേണ്ടി വരും. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് സ്വീഡനിലോട്ട് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പം. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളിവിടെ വരെ പറഞ്ഞത് വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വിസയ്ക്ക് നമ്മൾ വിസ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഏകദേശം പ്രൊസീഡായി, സബ്മിഷൻ ലെറ്ററൊക്കെ വന്നു, കൺഗ്രാജുലേഷൻ മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നീട് പോകാനുള്ളത് എംബസിയിലോട്ടാണ്. അപ്പോൾ എംബസി ഡൽഹിയിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ നമുക്ക് ക്യാരി ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ക്യാരി ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണ് പാസ്പോർട്ട്. പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫോം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോമായിട്ട് നമുക്കത് വരും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ, എംബസീൻ്റെ സൈറ്റിൽ മൈഗ്രേഷൻ വർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഫോം കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു ഫൈനൽ ഫോം നമ്മൾ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം. എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പീസാണ് നമുക്കിതിൽ വേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഫൈനൽ ആക്സെപ്റ്റൻസ് ലെറ്റർ. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരും, അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ എല്ലാ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, BTech ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഒറിജിനലായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി മതിയാവും, അത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ എല്ലാ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോൾ ഒരു 4 months മിനിമം ഒരു 4 months എങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അടക്കം നമ്മൾ അവിടേക്ക് ക്യാരി ചെയ്യണം. പിന്നെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ബാങ്കിൽ നമുക്ക് ഇത്രയും എമൗണ്ട്, അത് എംബസി പറയും, ആ മൈഗ്രേഷൻ വർക്കറ്റിൽ ഉണ്ടായിരിക്കും ഓൾറെഡി. അപ്പം എത്രയാണ് എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതടക്കം വരുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ പോയാലും
കൊണ്ടുപോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അഫിഡവിറ്റ്, അതായത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അഫിഡവിറ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ കരുതണം എന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ സർട്ടിഫിക്കറ്റ്സ് ക്യാരി ചെയ്യണം. പിന്നെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ പറഞ്ഞിട്ട് LOM പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ലെറ്റർ ഉണ്ട്, നമ്മളായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ കവർ ലെറ്ററും. അപ്പം ഞങ്ങൾ പോയിരുന്നത് ഒരു ഏജൻസി ത്രൂ ആയിരുന്നു. അപ്പോൾ ഏജൻസി ഞങ്ങൾക്ക് തന്ന കുറച്ച് ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. അപ്പം ഓരോ ഏജൻസിയും ഇതേപോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ ഡോക്യുമെൻസിൻ്റെ വ്യത്യാസത്തിലും. ഓൾമോസ്റ്റ് ഓൾ ഡോക്യുമെൻസും ഈ ഒരു ഫോർമാറ്റിലൊക്കെ തന്നെയാണ്. അപ്പോൾ LOM എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും SOP എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പം അറിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ ലെറ്റേഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ തന്നെ സ്പൗസും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. എല്ലാവർക്കും ഒരു ദിവസം തന്നെയായിരിക്കും കോള് വരാം എംബസിയിലോട്ട് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക. തീരെ പറ്റാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാം. അപ്പോൾ സ്പൗസും കൂടി നിങ്ങൾ സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ സ്പൗസ് ക്യാരി ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് പാസ്പോർട്ട്, അതിൻ്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജിൻ്റെയും ഒരു ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. പിന്നെ ഒരു ഓൾ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ സ്പൗസ് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാതും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു BEdൻ്റെ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല 2 മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ എഡ്യൂക്കേഷൻ അവിടെ വരെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ആവശ്യമുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ലെറ്റേഴ്സ്, ഇപ്പോൾ 3-4 കമ്പനി മാറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് വേണം. അതായത് അവസാനത്തെ നമ്മൾ റെസിഗ്നേഷൻ ലെറ്ററിന് മുന്നേ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് വരെയുള്ള സർട്ടിഫിക്കറ്റ്സും ആവശ്യമുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, സ്റ്റുഡൻസിൽ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് സ്പൗസിനും കാണിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്റ് വേണം. മാരേജ് സർട്ടിഫിക്കറ്റ് സ്പൗസ് വരുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട്. പിന്നെ അഫിഡവിറ്റ് സർട്ടിഫിക്കറ്റ്, ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, സെയിം നെയിം സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. ഇനി കിഡ്സും അല്ലെങ്കിൽ ചിൽഡ്രൻ ആരെങ്കിലും കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും അവിടേക്കും കാണിക്കാനുള്ളത് സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പാസ്പോർട്ട് ആവശ്യമുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സെയിം നെയിം സർട്ടിഫിക്കറ്റ് ആണ് മെയിനായിട്ട്. കിഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരും ഒരുമിച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ കാണിക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മാക്സിമം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഫർദർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് സെക്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വിസ പ്രോസസ്സിങ് സ്മൂത്തായി നടക്കട്ടെ എന്ന് ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നു. ആർക്കും കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഈ വരുന്ന നെക്സ്റ്റ് ഓഗസ്റ്റ് 2025 ഇൻടേക്കിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഇതിൽ ഹാർട്ടി വെൽക്കം. ഞാനും ഉണ്ടായിരിക്കും നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ എല്ലാതും നന്നായി നടക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ ഫ്രം സ്വീഡൻ.